നമസ്കാരം. കള്ളൻ കപ്പലിൽ തന്നെയോ അതല്ല കുറുവ സംഘമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ കൊള്ളയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അത് വളപട്ടണം പോലീസ് എടുത്ത കേസിൽ വളപട്ടണത്തുള്ള ഒരു അരി വ്യാപാരിയായ അഷ്റഫിൻ്റെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300ഓളം പവനും നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേരളത്തിലെ ഞടുക്കത്തോടെ കേട്ടത്. സാധാരണ ഒരു മോഷണം നടന്നു അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം നമുക്ക് വലിയ സാധാരണ ഒരു സംഭവമായിട്ടാണ് കാണാറ്. എന്നാൽ അഷ്റഫിൻ്റെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനുമാണ് നഷ്ടപ്പെട്ടത്. ആദ്യത്തെ നമ്മൾ ചിന്തിക്കുക, ഈ പണം 1 കോടി രൂപയ്ക്ക് എവിടുന്നാണ് കിട്ടുക എന്നുള്ളതാണ്. എന്നാൽ അഷ്റഫിൻ്റെ കടയിൽ, വളപട്ടണത്തുള്ള അദ്ദേഹത്തിൻ്റെ ഹോൾസെയിൽ കടയിൽ അരി വ്യാപാരം വഴി ദിവസേന വന്നു ചേരുന്ന കോടിക്കണക്കിന് രൂപയിൽ അതാത് ദിവസത്തെ ഒരു കളക്ഷനാണ് 1 കോടി എന്ന് പറയുന്നത്. അത് ബാങ്കിൽ അടയ്ക്കാതെ ഇരുന്നതാണ് അദ്ദേഹത്തിൻ്റെ തെറ്റ്. രണ്ടാമത്തത് 300 പവൻ എന്ന് പറയുന്നത് ഒരു സാധാരണ മുസ്ലിം ഫാമിലിയിൽ, ഹയസ്റ്റ് സാമ്പത്തിക സ്ഥിതിയുള്ള ഫാമിലിയിൽ ഭാര്യയുടെയും മകളുടെയും കൂടിയുള്ള സ്വത്താണ്, അല്ലെങ്കിൽ ഒരു സ്വർണ്ണാഭരണമാണ് 300 പവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 300 പവനും 1 കോടി രൂപയും ഇത് നഷ്ടപ്പെട്ട രീതിയെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കാം. ഒന്ന്, അവർ ഒരു കല്യാണ ആവശ്യത്തിന് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. ഈ സന്ദർഭത്തിലാണ് കൃത്യമായി ഓപ്പറേഷൻ നടത്തി കൊള്ളസംഘം കള്ളന്മാർ വരുന്നത്. പിന്നിലെ ഡോർ എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഗ്രില്ലാണ്. ഈ ഗ്രില്ല് തകർത്തിട്ടാണ് അകത്ത് പ്രവേശിക്കുന്നത്. ഗ്രില്ല് തകർത്ത് അകത്ത് പ്രവേശിക്കുമ്പോൾ ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു വീഡിയോ ഉണ്ട്. കുറുവ സംഘം നടത്തിയ ഒരു ഓപ്പറേഷൻ. ആ ഓപ്പറേഷനിൽ ആ വീഡിയോ ഒന്ന് കാണാം. അതായത് കല്ലുകൊണ്ട്, വലിയ പാറക്കല്ല് കൊണ്ട് 4 സംഘം വരുന്നു. ഓരോരുത്തരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, വടിയും അതേപോലെ വാളും എല്ലാം ഉണ്ട്. ഇവർ ഒരു നിക്കർ മാത്രമാണ് ധരിച്ച്, ശരീരത്തിൽ എണ്ണമയമുണ്ട്. ഇവർ ഒരാൾ വന്നിട്ട് വലിയ പാറക്കല്ല് കൊണ്ട് വാതിൽ എറിഞ്ഞ് തകർക്കുകയാണ്. 3-4 തവണ ശ്രമിച്ചിട്ടാണ് വാതിൽ തുറക്കുന്നു. ഉള്ളിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നു. ആ ഭാഗം ഒന്ന് കേട്ടു നോക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഗ്രില്ല് തകർത്ത് അതിനുശേഷം അത് ഓരോന്ന് ഊരിയെടുത്ത് കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നടത്തിയിരിക്കുന്നത്. വീട്ടിനുള്ളിൽ കയറുന്നു. വീട്ടിനുള്ളിൽ കയറിയിട്ട് എന്താ, അഷ്റഫിൻ്റെ റൂമിലുള്ള അലമാറയിൽ നിന്ന് കീ എടുക്കുന്നു. എന്നിട്ട് അവിടുത്തെ അടുത്ത റൂമിലെ ലോക്കറിലുള്ളത് ആ ലോക്കറിലെ റൂം തുറക്കുന്നു. ലോക്കർ തുറന്ന് അതിൽ നിന്ന് ക്യാഷും സ്വർണവും എടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ അടുത്ത റൂം ഭാര്യയുടെയും മകളുടെയും ആണ്, അവരുടെ എല്ലാം സ്വർണവുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഓപ്പറേഷനെ കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ വീട്ടിനുള്ളിൽ സ്ഥിരപരിചിതനായ ഒരാൾക്ക് മാത്രമേ ഇത്രയും കൃത്യമായ ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ കരുതേണ്ടത്. അത്രയും കൃത്യമായിട്ടാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി സ്ഥിരപരിചിതനായ ഒരാൾ അവിടെ കയറി, അല്ലെങ്കിൽ ഗ്യാങ് കയറി മോഷണം നടത്തുന്നത്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഒരു സാമാന്യ രീതിയിൽ ഇദ്ദേഹം അവിടെ നിന്ന് ഒരു കല്യാണത്തിന് പോകുന്നു, എല്ലാം അടച്ചുറപ്പുള്ള വീടാണ്, എല്ലാം ലോക്കറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ലോക്കറിൻ്റെ കീ വേറെ സ്ഥലത്താണ് നിൽക്കുന്നത്, വേറെ റൂമിൽ വേറെ അലമാറയിനുള്ളിലാണ് നിൽക്കുന്നത്. അതിൽ നിന്നാണ് ലോക്കറിൻ്റെ ഈ കീ കണ്ടെത്തുന്നത്. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ട് സ്ഥിരപരിചിതനായ ഇതിൻ്റെ ഉള്ളറകളെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുശേഷമാണ് പോലീസ് വരുന്നത്. പോലീസ് നായ വരുന്നു. പോലീസ് നായ വന്നിട്ട്
മണത്തിട്ട് ആ കീ ആണ് മണക്കുന്നത് ഏത് ലോക്കറിൻ്റെ, എന്നിട്ട് ആ കീ മണത്തിട്ട് നേരെ പോകുന്നത് വളപട്ടണം റെയിൽവേ സ്റ്റേഷനാണ്. വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതോടുകൂടി പിന്നെ അവരെ പറ്റി യാതൊരു ഇത് കിട്ടുന്നില്ല. അതിനർത്ഥം അവർ ട്രെയിൻ കയറി പോയി എന്നുള്ളതാണ്. ഈ സമയത്താണ് നമ്മൾ ഈ കുറുവ സംഘത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവിടെയുള്ള സാധാരണ ലോക്കൽ പോലീസ് കള്ളന്മാരാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. പകരം ഇതിൻ്റെ അകത്ത് വലിയൊരു ഗ്യാങ് തന്നെ വന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുത്തു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാവുന്ന കാര്യം ഓപ്ഷൻ 1, ഇതിൽ വീട്ടിൽ നേരത്തെ ഉള്ളിൽ കയറി എല്ലാ കാര്യവും അറിയുന്ന ഇദ്ദേഹത്തിന് പണമുണ്ട്, സ്വർണമുണ്ട്, ലോക്കറുണ്ട്, അതിൻ്റെ കീ ഇന്ന സ്ഥലത്താണ് വെക്കുന്നത് എല്ലാം അറിയുന്ന ആളുകളാണ് അതിൻ്റെ ഉള്ളിൽ കയറിയതെന്ന് നമുക്ക് സംശയിക്കാം. അത് ഓപ്ഷൻ 1. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നായ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നോക്കാം. നായ വീട്ടിൽ നിന്ന് ആ കീ പരിശോധിച്ച് കൈയടയാളമുള്ള ആ കീ പരിശോധിച്ച് നേരെ ചെല്ലുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ സാധാരണ റെയിൽവേ വഴി കൊള്ള നടത്തുന്ന വലിയ കൊള്ള സംഘങ്ങളുണ്ട്. നമുക്കറിയാം മാറാഞ്ചേരിയിലും പുന്നപ്രയിലും കായംകുളത്തും പറവൂരിലുമെല്ലാം ആക്രമണം നടത്തിയിട്ടുള്ളത് കുറുവ സംഘമാണ്. പക്ഷെ അവരെല്ലാം സാധാരണ വീടുകളിൽ കയറിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. നേരത്തെ ഇതിനേക്കാൾ വലിയ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ബംഗാൾ എന്നുള്ള ഒരു ടീമാണ്. ആ ബംഗാൾ ടീമിൽ എന്ന് പറയുന്ന മൂർഷിദാബാദ് എന്ന ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ്. അവർ നടത്തിയിട്ടുള്ളത് സാധാരണ ട്രെയിനിൽ അവർ കൊള്ള നടത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയും ഡ്രസ്സ് ധരിച്ച് അവരെ കണ്ടാൽ നല്ല സുമുഖന്മാരായി കരുതും. അവരെന്നിട്ട് ഓരോ യാത്ര ചെയ്യുമ്പോൾ പല നല്ല കുടുംബങ്ങളെ കണ്ടെത്തും. ആ കുടുംബങ്ങളെ കണ്ടെത്തി അവരുമായി നല്ല ബന്ധമുണ്ടാക്കി അവിടെ നിന്ന് കൊള്ളയും അല്ല അവർ വീട്ടിൽ പോയി കൊള്ളയും. ഇതാണ് അവർ ചെയ്യുന്ന രീതി. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ അവർ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതേപോലെ തന്നെയാണ് ഉള്ളത്. വയനാട്ടിൽ നിന്നൊരു ഗ്യാങ്ങിനെ പിടിച്ചിട്ടുണ്ട്. അവിടെ ഡെയിലി പച്ചക്കറി കച്ചവടം ചെയ്യാൻ എന്നുള്ള പേരിൽ എത്തിയുള്ള ഒരു ഗ്യാങ്ങാണ്. അവർ 2 പേരടങ്ങുന്ന ഗ്യാങ്ങാണ്. ഒന്ന് അബ്ദുൾ കരീം, ഒന്ന് അബ്ദുൾ ലത്തീഫ്. ഇവർ കൊള്ളയടിച്ചത് 73 പവനും 30 ലക്ഷം രൂപയാണ് വയനാട്ടിലെ ഒരു വീട്ടിൽ നിന്ന് കൊള്ളയടിച്ചത്. ഇതേപോലെ തന്നെ തൃശ്ശൂരിൽ നിന്ന് 300 പവൻ തട്ടിയെടുത്തുള്ള ഒരു സംഭവമുണ്ട്. വയനാട്ടിൽ നിന്ന് 73 പവനും 30 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തതെങ്കിൽ പൂങ്കുന്നത്ത് ഇതേപോലെ തട്ടിയെടുത്തുണ്ട് 38.5 ലക്ഷവും 30 ലക്ഷം. ഇതേപോലെ തന്നെ 371 പവൻ തൃശ്ശൂരിൽ നിന്നൊരു ഗ്യാങ് അവിടെ തട്ടിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഗ്യാങ്ങാണ്. അപ്പോൾ കുറുവ സംഘം എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള കൊള്ള നടത്താനും സാധാരണ വീട്ടിൽ കയറി കൊള്ള നടത്താനും കഴിവുള്ള ആൾക്കാരാണ്. അവർ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് കൊള്ള തന്നെയാണ് അവർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഗ്യാങ്ങുകളുടെ പലതരത്തിലുള്ള രീതികളുണ്ട്. നമുക്കറിയാം ഹരിയാനയിൽ നിന്ന് വരുന്ന ഗ്യാങ് എന്താ ചെയ്യുന്നത്? ഹരിയാനയിലൊരു ഗ്യാങ് ഉണ്ട്. അവർ ATM തകർത്തിട്ട് അവിടുന്ന് പണം മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന ടീമാണെങ്കിൽ ഛത്തീസ്ഗഡ് എന്നുള്ള ടീം എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വഴി വലിയ തട്ടിപ്പ് നടത്തുന്ന സംഘമാണ്. ബംഗാളിൽ നിന്നുള്ള ടീം വീട് തുറന്ന് വീടിൻ്റെ ഉള്ളിലുള്ള സ്വർണവും അതേപോലെ ഇത്തരത്തിലുള്ള പണവും എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ടീമുണ്ട്. ഈ വിധത്തിലുള്ള ടീമുകളോ ആകാം എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇതുവരെ ഒരു തുമ്പും വാലും കിട്ടിയില്ല. മാത്രമല്ല അവിടെ ചെറിയ തോതിലുള്ള കള്ളത്തരം നടത്തുന്ന ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരേപോലെ തന്നെ 4 ഭാഗത്തേക്കും അന്വേഷണം പോയാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. എന്നിരുന്നാലും ക്രൈമിൻ്റെ ഇതുവരെയുള്ള ഒരു അറിവും വിവരം വെച്ചിട്ട് ഇത് അഷ്റഫുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഏറ്റവും വിശ്വസ്തരായ ആളുകളോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ ആരെങ്കിലുമോ ആരെങ്കിലും ഈ വിവരം കൃത്യമായി അഷ്റഫ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടത്തിയ ഒരു മോഷണമോ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് വീട്ടിൻ്റെ അകത്ത് തന്നെ കള്ളനകത്ത് തന്നെയുണ്ട് എന്ന് നമുക്ക് സംശയിക്കാം. അതല്ലെങ്കിൽ ഇത് കുറുവ സംഘമാണോ എന്ന് നമുക്ക് സംശയിക്കാം. എന്തായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കൊള്ളയാണ് ഒരു വീട്ടിൽ കയറി 1 കോടി രൂപയും അതേപോലെ 300 പവനും മോഷ്ടിച്ചു കൊണ്ടായത്. നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഇന്നത്തെ കാലത്ത് 1 കോടി രൂപയൊക്കെ സ്വന്തം വീട്ടിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി വന്നിട്ടുണ്ട്. കാരണം അന്ന് നടന്ന കച്ചവടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. അത് പറയാൻ 1 കോടി അവിടെ പണമുണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം എന്താണ്? 300 പവൻ എന്ന് പറയുന്ന കാര്യം. അവർ വലിയ ഫാമിലിയാണ്, അവർക്ക് സ്വർണ്ണമുണ്ട് എന്ന് പറയുന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് കള്ളൻ?
ഏത് വഴിക്കാണ് കള്ളൻ കൃത്യമായി വിവരങ്ങൾ അറിഞ്ഞ് ഇതിനുള്ളിൽ കയറി ഇത്രയും കൃത്യമായി മോഷണം നടത്തിയിട്ടുള്ളത്? ഇതിനെക്കുറിച്ചൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പഠനം തന്നെ ആവശ്യമുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങളിൽ നിന്നും തന്നെ ഇത് കൃത്യമായി തെളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കൃത്യമായി അറിയുന്നൊരു കാര്യം, മതിൽ ചാടി വന്ന് നേരായ വഴിക്ക് വരാതെ മതിൽ ചാടി വന്ന് പിന്നാമ്പുറത്തിലൂടെ വന്ന് അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ വളരെ കൃത്യമായിട്ട് വളരെ പഠിച്ച് ചെയ്ത ഒരു ഓപ്പറേഷനാണ് എന്ന് പറയാൻ പറ്റും. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ വളരെ ഭീതിയിലാണ്. ഒരു ഭാഗത്ത് കുറുവാ സംഘം, മറുഭാഗത്ത് പിണറായി വിജയനെ പോലെ വലിയ കൊള്ളാ സംഘം, ഇതുപോലെ ഇപ്പം വള്ളപ്പട്ടണത്ത് മോഷണം നടത്തിയ പോലുള്ള മറ്റൊരു കൊള്ള സംഘം, ഇങ്ങനെയുള്ള കൊള്ള സംഘക്കാരുടെ പിടിയിലാണ് കേരളം എന്ന് പറയുന്നത്. നമ്മൾ 5.5 ലക്ഷം കോടി രൂപ നഷ്ടത്തിലോടി ആയിത്തീർന്ന കേരളത്തെ ഇത്രയും വലിയ മുച്ചോടും കള്ള അതിൽ എത്തിച്ചത് ഒരു മാഫിയ സംഘത്തിൻ്റെ കാരണം കൊണ്ടാണ്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന കൊള്ള സംഘത്തിൻ്റെ തലവനെ കൊണ്ടാണ്. ലാവ്ലിൻ കേസ്, അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കേസ്, അതേപോലെ മാസപ്പടി വിവാദം, ഇങ്ങനെ കേരളത്തിലെ മുച്ചൂടും മോഷ്ടിച്ചിട്ടുള്ള ഒരു കൊള്ളക്കാരൻ കേരളത്തിൽ ഭരിക്കുമ്പോൾ ഇതുപോലെയുള്ള മോഷണങ്ങൾ പെരുകാതിരിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നന്ദി, നമസ്കാരം.